കോഴിക്കോട് കാരന്തൂരിൽ പെട്രോൾ പമ്പിൽ മോഷണം 21,000 രൂപയും ടാബ്ലറ്റും 3 ജോഡി ഷൂസും കള്ളൻ കവർന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അനൽക്ക സയ്യിദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനൽക്ക, ഈ പെട്രോൾ പമ്പുകളിൽ ഇത്തരത്തിൽ പിടിച്ചുപറിയും മോഷണവുമൊക്കെ പതിവായ ഒരു സംഗതി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഹർഷൻ, തിങ്കളാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ കോഴിക്കോട് കാരന്തൂരിൽ നയാര പെട്രോൾ പമ്പിൽ ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുള്ളത്. അതായത് ഈ കോഴിക്കോട് കാരന്തൂർ സംസ്ഥാന പാതയിലാണ് ഇത്തരത്തിൽ കള്ളൻ ഈ പെട്രോൾ പമ്പിൽ കയറി. അതായത് പെട്രോൾ പമ്പിൻ്റെ ചുറ്റുവട്ടമൊക്കെ വളരെ നിരീക്ഷിച്ച് പിന്നീട് ഈ പെട്രോൾ പമ്പിൻ്റെ ഓഫീസിലേക്ക് കടന്നു കയറുന്നു. അവിടെ എത്തിയതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു അതിവിദഗ്ധമായി ചില്ലൊന്നും പൊളിക്കാതെ വളരെ വിദഗ്ധമായി ഉള്ളിലേക്ക് കയറി, ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി ടേബിൾ, അതായത് മേശയിൽ നിന്ന് ഈ പൈസ 21,000 രൂപ ഈ കള്ളൻ മോഷ്ടിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മേശയുടെ സമീപത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടാബ്ലറ്റും, അതായത് ഈ ഓഫീസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ടാബ്ലറ്റും കള്ളൻ മോഷ്ടിച്ചു. കൂടാതെ അവിടെ ഓഫീസിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന, ഓഫീസിൽ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജീവനക്കാർ ഉപയോഗിക്കുന്ന 3 ജോഡി ഷൂസും കള്ളൻ കവർന്നെടുത്തു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസും അതേപോലെ തന്നെ ഫോറസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കള്ളൻ ഈ പെട്രോൾ പമ്പിൽ മോഷണം നടത്തുന്നതിന് മുമ്പ് മറ്റൊരു ഷോപ്പിനകത്ത്, ഒരു ബൈക്ക് ഷോപ്പിനകത്ത് ഇത്തരത്തിൽ മോഷണ ശ്രമം നടത്തി. ആ സമയത്ത് അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതുകൊണ്ട് അവിടെ നിന്ന് ഈ കള്ളനെ ഓടിച്ചു വിടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് 21,000 രൂപയാണ് ഈ പെട്രോൾ പമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കുന്നംകുളം പോലീസ് ഏതായാലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഹർഷൻ, റൈറ്റ്, അനൽക്കയാണ് വിവരങ്ങൾ നൽകിയത്.